ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു പഴയ ഗ്രാമം. ആ ഗ്രാമത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് സമ്പത്ത് വേണം, അവനെ വിളിച്ചു വരുത്തുക, ആ കുട്ടിച്ചാത്തൻ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും കൂടുതൽ സമ്പത്ത് പിന്നീട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഈ കഥയിലെല്ലാം വിശ്വസിച്ച് ആ നാട്ടിലെ പഴയ ഒരു ബംഗ്ലാവും അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ഫാക്ടറിയിലേക്ക് ഒരാൾ പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാണ്. എന്നാൽ അതിനുശേഷം ആ ഗ്രാമത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടികളെ കാണാതാവുന്നു, ഒരുപാട് ആൾക്കാരുടെ സമ്പത്ത് നഷ്ടമാവുന്നു, ആർക്കും ജോലിയില്ല. ആ ഗ്രാമം പിന്നീട് പൂർണ്ണമായിട്ടും ദാരിദ്ര്യത്തിലാവുകയാണ്. ഈ സമയത്താണ് തന്റെ അമ്മയെ കാണാതായിട്ട് അമ്മയെ തേടിക്കൊണ്ട് നമ്മുടെ കഥാനായികയും അവളുടെ കുറച്ച് കൂട്ടുകാരികളും കൂടെ നേരെ കാടിനുള്ളിലെ ആ ഒരു ഫാക്ടറിയിലേക്കും ബംഗ്ലാവിലേക്കും പോകുന്നത്. സോ അതോടെ കഥ മാറുകയാണ്. ഒരു ഭാഗത്ത് കുട്ടിച്ചാത്തൻ, മറുഭാഗത്ത് പിശാചുക്കൾ. ഇതിന്റെ എല്ലാത്തിന്റെയും പുറമെ ഇതെല്ലാം ചെയ്തു കൂട്ടിയ ഒരാള് വല്ലാത്തൊരു ട്രാപ്പിലേക്ക് ഇപ്പൊ നമ്മുടെ കഥാനായിക വന്ന് പെട്ടുപോവാണ്. എന്തായാലും പിന്നീട് എന്താ സംഭവിച്ചെന്ന് നമുക്ക് കഥയിലേക്ക് തന്നെ പോയി മനസ്സിലാക്കാം. പിന്നെ വയനാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ, ക്യാമ്പ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ കേട്ടോ. ഫുഡ്, ട്രക്കിംഗ്, ക്യാമ്പ് ഫയർ, DJ ഹാൾ, ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു പാക്കിന് പെർ ഹെഡ് വെറും 999 മാത്രമാണ് വരുന്നത്. അപ്പൊ നേരെ നമുക്ക് കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ ഒരു പഴയ വീട് കാണിക്കുകയാണ്. പുറത്താണെങ്കിൽ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്, രാത്രിയാണ്. ഇപ്പൊ ആ വീടിന്റെ ഒരു റൂമിന്റെ ഉള്ളിൽ കെട്ടിയിട്ട ഒരു സ്ത്രീയെ കാണിക്കുകയാണ്. അവളുടെ പേര് റഹ്മാൻ എന്നാണ്. ആ റൂമാണെങ്കിൽ ഭയങ്കരമായ രീതിയിൽ വൃത്തികെട്ട രീതിയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ റഹ്മാൻ എന്ന് പറഞ്ഞ ഈ പെണ്ണാണെങ്കിൽ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യപ്പെട്ട രീതിയിൽ തീരെ വയ്യാതെയാണ് ആ റൂമിൽ കിടക്കുന്നത്. ആ നേരത്ത് മ്യൂസിക് എല്ലാം പ്ലേ ചെയ്യുന്ന ഒരു കളിപ്പാട്ടം അവരുടെ മുന്നിലുണ്ടായിരുന്നു. അത് നോക്കി അവരങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരും അവരുടെ ഭർത്താവും നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതിൽ ഭർത്താവിന്റെ മുഖം ക്ലിയർ അല്ല, അതെല്ലാം ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഭർത്താവിനോട് അത്രയും പക ഈ സ്ത്രീക്കുണ്ട്. കാരണം എന്താണെന്നറിയോ, ഈ റൂമിൽ റഹ്മയെ പൂട്ടിയിട്ടിരിക്കുന്നത് അവളുടെ ഭർത്താവ് തന്നെയാണ്. എന്തിനാണെന്നല്ലേ, എന്തൊക്കെയോ ചില ആഭിചാര ക്രിയകൾക്ക് വേണ്ടി. അതുപോലെ അവളുടെ ഭർത്താവിനെ കാണിക്കുകയാണ്, കള്ള് കുടിച്ച് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മുന്നിൽ കെട്ടുകെട്ടായിട്ട് കാശും കിടക്കുന്നുണ്ട്. കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു നരാധമനാണ് ഈ മനുഷ്യനെന്ന് മനസ്സിലായില്ലേ. പക്ഷെ ആരാണ് ഇയാളെന്ന് കാണിക്കുന്നില്ല. ഇതേ നേരം തന്നെ പുറത്ത് നല്ല മഴയാണല്ലോ. അതുകൊണ്ട് ആ റൂമിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്ന ഒരു ചില്ല് എന്തോ തട്ടി തകർന്നു പോവാണ്. അതുകൊണ്ട് തന്നെ റഹ്മയ്ക്ക് അതിലൂടെ പുറത്ത് കടക്കാൻ കഴിയും. അവിടെ ഉണ്ടായിരുന്ന പഴയ ചില പെട്ടികളും കാര്യങ്ങളൊക്കെ വെച്ച് കുറച്ച് ഹൈറ്റിലാക്കി വെച്ച് അതിലൂടെ പതിയെ ആ ഒരു മേൽക്കൂരയുടെ മുകളിലേക്ക് ആ ഹോളിലൂടെ റഹ്മ കയറുകയാണ്. ഇപ്പോ ഇതേ നേരം തന്നെ അവളെ പൂട്ടിയിട്ടിരിക്കുന്ന ആ റൂമിലേക്ക് ഏതോ ഒരു ശക്തി വരുന്നുണ്ട്. അത് വാതില് തുറക്കുകയാണ്. എന്നാൽ അതിന്റെ ഉള്ളിൽ റഹ്മയെ കാണാത്തത് കൊണ്ട് തന്നെ അത് ഭയങ്കര ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ആ വീടിന്റെ മേൽക്കൂരയിൽ ഉണ്ടായിരുന്ന റഹ്മ ആ ശബ്ദം കേട്ട് പേടിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. അവള് പിന്നെ ഒന്നും നോക്കിയില്ല. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കരിമ്പിൻ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ് കേട്ടോ. എന്നാൽ എങ്ങോട്ടേക്ക് പോയാലും ഒരു കുട്ടിച്ചാത്തൻ അവളുടെ പിന്നാലെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയന്ന് വിറച്ച് റഹ്മ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് നിൽക്കുകയാണ്. കാരണം അവളുടെ തൊട്ട് മുന്നിൽ അവളുടെ ഭർത്താവ് വന്ന് നിൽക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ ഭർത്താവിനോട് റഹ്മ പറയുന്നുണ്ട്, നിങ്ങളുടെ ആഭിചാരങ്ങൾക്കൊന്നും കൂട്ടി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല. പണത്തിന് വേണ്ടി നീ എന്നെ എന്തൊക്കെയാടാ ചെയ്യുന്നത്? ഒരു കാരണവശാലും നിനക്ക് ഞാൻ പുറത്തു തരില്ല എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ഇടുത്തി വീഴുന്നത് പോലെ എന്തോ ഒന്ന് വന്നിട്ട് റഹ്മയുടെ ദേഹത്ത് തട്ടുകയാണ്. സ്പോട്ടിൽ തന്നെ അവരുടെ ശരീരം പകുതിയോളം വെന്തുരുകി അവർ നിലത്ത് വീഴാണ്. അപ്പൊ തന്നെ മരിച്ചുപോയി. ഇതിനുശേഷം കാണിക്കുന്നത് ആ നാട്ടിലെ ഒരു ചായക്കടയിലാണ്. അവിടെ ഒരുപാട് പെൺകുട്ടികളെ കാണാതായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മിസ്സിംഗ് പോസ്റ്ററുകൾ കാണാനുണ്ട്. ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പോലീസുകാരനും അവിടെ ഉണ്ട്. കണ്ടാലറിയാം ആളൊരു മണ്ടനാണെന്ന്. ഇയാളുടെ പേര് സുക്കീമ എന്നാണ്. അപ്പൊ ഈ സുക്കീമാന്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ ചോദിക്കുന്നുണ്ട്, അല്ല സാറേ, എത്ര പെൺകുട്ടികളെ ഈ കാണാതാവുന്നത്? ഇവരൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ? ഇപ്പൊ സുക്കീമ പറയാണ്, എടോ ഞങ്ങൾ അന്വേഷിക്കായിട്ടല്ല, അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഈ പെൺകുട്ടികളൊക്കെ കാണാതായത് എന്താ ഉറപ്പുണ്ടാ? ഇഷ്ടപ്പെട്ട ചെക്കന്മാരുടെ കൂടെ കൂടി പോയതാണെങ്കിലും അങ്ങനെയും ഒരു സാധ്യതയില്ലേ? അങ്ങനെ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ സുഖിമാൻ സംസാരിക്കുകയാണ് കേട്ടോ. ഒരു കഴിവ് കെട്ട പോലീസുകാരൻ, അങ്ങനെ വേണം ഇയാളെ പറയാൻ. എന്നാൽ ഇതേ നേരം തന്നെ കടയിലുണ്ടായിരുന്ന മറ്റൊരാൾ പറയാണ്, സാറേ, ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ ആൾക്കാർ സമ്പാദിക്കുന്ന ഒരു കാശ് പോലും ആരുടെ കയ്യിലും ഇല്ല. ഇതൊക്കെ എങ്ങനെ നഷ്ടമാവുന്നു, എവിടെ പോകുന്നു എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല സാറേ. ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇപ്പോ ദാരിദ്ര്യത്തിലാണ്. ദാ ഈ കട നടത്തുന്ന ആ ലേഡി ഉണ്ടല്ലോ, അവര് തന്നെ ഈ കടയിൽ 7-8 ആൾക്കാരെ വെച്ചൊക്കെയാ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. ഇപ്പൊ ആകെയുള്ളത് ഒറ്റ സ്ത്രീയാണ്, ആ മസിയ മാത്രം. ബാക്കിയുള്ള എല്ലാവരെയും ആ ഒരു ഓണർ ലേഡി പിരിച്ചു വിട്ടു കഴിഞ്ഞു. കാരണം എന്താ, കാശില്ല ആരുടെയും കയ്യില്. ആരെങ്കിലൊക്കെ ഭക്ഷണം കഴിക്കാൻ ഇങ്ങോട്ടേക്ക് വന്നാലല്ലേ ഇവർക്കും കാശ് കിട്ടുള്ളൂ. സാറേ, നമ്മുടെ ഗ്രാമത്തിന് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, നിങ്ങളതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം എന്ന് പറയണം. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഒരു മന്ദബുദ്ധിയെ പോലെ സുക്കിമാൻ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നോക്കാ ആ ഭാവത്തിൽ. ഈ സമയത്താണ് ഹോട്ടലിൽ ജോലി ചെയ്യുന്ന മസിയ എന്ന് പറഞ്ഞ ആ സ്ത്രീയുടെ മകളായിട്ടുള്ള പുത്രി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അവളുടെ കൂടെ തന്നെ കൂട്ടുകാരിയായിട്ടുള്ള കിക്കിയുണ്ട്. ഇപ്പൊ ആ കടയുടെ ഓണർ ആയിട്ടുള്ള ലേഡി ഉണ്ടല്ലോ, ഇവർക്കാണെങ്കിൽ നമ്മുടെ പുത്രിയെ ഭയങ്കര ഇഷ്ടമാണ്. പുത്രിയെ കണ്ട പാടേനെ, മോളേതാ അവിടെ ആ ഒരു ചിക്കൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, അതെടുത്തോ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോ. ഭയങ്കര ഒരു സ്നേഹത്തിലും വാത്സല്യത്തിലാണ് ആ ഓണർ ലേഡി നമ്മുടെ പുത്രിയോട് സംസാരിക്കുന്നത്. എന്തായാലും പിന്നീട് മസിയും അതുപോലെ തന്നെ പുത്രിയും നേരെ വീട്ടിലേക്ക് പോകണം. പുത്രിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മറ്റൊരാളുടെ കീഴിൽ ഇങ്ങനെ ജീവിക്കുക, അയാളുടെ സഹായം എപ്പോഴും മേടിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും അവൾക്ക് വലിയ ഇഷ്ടാവുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ? ഇവിടുത്തെ കപ്പലിലേക്കൊക്കെ ജോലിക്കായിട്ട് ഒരുപാട് പേരെ വേണം അമ്മ. അപ്പോൾ അതിന്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, ചെറിയൊരു പൈസ ആവുള്ളൂ. ഞാൻ അതിന് പോയിട്ട് ഞാൻ ഇപ്പം തന്നെ ജോലി ചെയ്യാൻ തുടങ്ങട്ടെ എന്ന് ചോദിക്കുമ്പോൾ മസി അതിനൊന്നും
ഒന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. മോളെ, നിനക്ക് ഇവിടുത്തെ അവസ്ഥ അറിയാലോ, നിന്റെ പഠിപ്പ് അതുപോലെ തന്നെ ഇവിടുത്തെ ഭക്ഷണത്തിന്റെ കാര്യം, ഇതൊക്കെ എങ്ങനെയൊക്കെയോ ഞാൻ മുന്നോട്ടേക്ക് തള്ളി നീക്കുകയാണ്. എന്റെ ആ ഒരു ഓണർ ലേഡി ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞയച്ച് എന്നെ മാത്രം ഇപ്പൊ നിർത്തിയിരിക്കുന്നത് അവരുടെ ആ ഒരു കരുണ കൊണ്ട് മാത്രമാണ്. എന്തായാലും ഇപ്പൊ നീ ജോലിക്കൊന്നും പോകാൻ നിൽക്കണ്ട, പഠിക്കുന്നതിൽ മാത്രം ദയവ് ചെയ്ത് അതിൽ ശ്രദ്ധിക്കുക. ഞാൻ തൽക്കാലം ഇവിടെയുള്ള കാര്യങ്ങൾ നോക്കിക്കോളാന്ന് അവളുടെ അമ്മ അവളോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ അവിടെ ഒരാളിരിക്കുന്നുണ്ട്, ഒരു കുഞ്ഞി പയ്യൻ, മറ്റാരുമല്ല നമ്മുടെ പുത്രിയുടെ അനിയനാണ് മിലൻ. അവനിങ്ങനെ പെറുവിറുക്കുന്നുണ്ട്, ഈ അമ്മയും ചേച്ചി എപ്പോ കണ്ടാലും വഴക്കാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ മിലന് ഒരു പരിപാടി ഉണ്ട് കേട്ടോ, ചുമരിൽ ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടേയിരിക്കും. എന്തായാലും വീട്ടിൽ നിന്ന് നമ്മുടെ പുത്രി ഇറങ്ങാണ്, നേരെ കിക്കിയുടെ അടുത്തേക്ക് പോകണം. കിക്കിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്റെ കിക്കി എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണോടോ, ഈ ദാരിദ്ര്യത്തിൽ ജീവിച്ച് മടുത്തു, എന്ത് ചെയ്തിട്ടായാലും കാശുണ്ടാക്കണം എന്ന ഒരു ചിന്ത മാത്രമേ ഇപ്പോൾ പുത്രിക്കുള്ളൂ. ഇതേ സമയം തന്നെ മസിയെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അവരുടെ അടുത്തേക്ക് ആ ഒരു ഓണർ ലേഡി വന്നിട്ട് പറയണ, മസിയ ആകെ പിടുത്തം വിട്ടിരിക്കുകയാണ്, ഒരു രക്ഷയില്ല, അതുകൊണ്ട് ഈ മാസം കൂടിയേ നിനക്ക് ഇവിടെ ജോലി ഉള്ളൂ കേട്ടോ, അടുത്ത മാസം മുതൽ വരണ്ട, എനിക്ക് എന്തായാലും നിങ്ങൾക്ക് ശമ്പളം തരാനുള്ള ഒരു വകുപ്പും ഇല്ല ഇവിടെ. ഇത് കേട്ട മസിയ ഞെട്ടിപ്പോവാണ്. അത് പിന്നെ ചേച്ചി, നിങ്ങൾക്ക് ആ സാലറിയുടെ കൂടെ എന്തെങ്കിലും കുറച്ചും കൂടെ കാശ് തരാൻ പറ്റുമോ ചോദിക്കുമ്പോൾ ഇപ്പൊ അവര് പറയണ, മോളെ മസിയ, എനിക്ക് നിന്റെ സാലറി തന്നെ തരാൻ പറ്റുമെന്ന് സംശയമാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല, ഈ കാശെല്ലാം എവിടെ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മോളെ. ആകെ വിഷമത്തിൽ ഇപ്പൊ മസിയ നേരെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കുകയാണ്. എന്ത് ചെയ്യണം, മക്കളുടെ പഠിത്തം അതുപോലെ തന്നെ അവർക്കുള്ള ഭക്ഷണത്തിനുള്ള കാശ്, ഇതൊക്കെ ഞാൻ ഇനി എന്ത് ചെയ്യും ദൈവമേ എന്ന് വിളിച്ച് അവിടുന്ന് സങ്കടത്തിൽ അവളങ്ങനെ നിന്ന് കരയാണ്. ഈ നേരത്താണ് അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിന്റെ ആ ഇരിക്കുന്ന ചെയറിന്റെ അടിഭാഗത്തായിട്ട് ഒരു കവർ അവൾ കാണുന്നത്. അതിന്റെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കുറച്ച് നോട്ടുകെട്ടുകളും മസിയ കാണുകയാണ്. നോക്കുമ്പോൾ അതിലുണ്ടായിരുന്നത് ഒരുപാടധികം കാശായിരുന്നു കേട്ടോ. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ മറ്റൊരാളുടെ കാശ് എടുക്കാനുള്ള മനസ്സൊന്നും മസിയക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാശുമായിട്ട് മസിയ നേരെ ചെല്ലുന്നത് ഈ നാട്ടിലെ പോലീസുകാരുണ്ടല്ലോ, സുക്കീമാൻ, അയാളുടെ അരികിലേക്കാണ്. ബെല്ലടിക്കാണ്. ആ സമയത്ത് ഒരു പയ്യൻ പുറത്തേക്ക് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ സുക്കീമാന്റെ മകനായിരിക്കും, ഇവന്റെ പേര് സുമാനി എന്നാണ്. അപ്പോൾ സുക്കീമാൻ ഉണ്ടോന്ന് ചോദിക്കുകയാണ്. ആ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഉള്ളിലേക്ക് പോവാണ്. എന്നാൽ ഈ സമയത്ത് മസി ഇങ്ങനെ ആലോചിക്കുകയാണ്, അല്ല ഈ കാശ് ഞാൻ ആ പോലീസുകാരന് കൊടുക്കണോ, കൊടുത്തു കഴിഞ്ഞാൽ എന്റെ കുടുംബം വഴിയാതാരാകും, എന്താ ചെയ്യണ്ടേ എന്നൊരു ആലോചനയിലാണ് ഇപ്പൊ മസിയ. ഇതേ നേരം തന്നെ സുക്കീമാൻ പുറത്തേക്ക് വരുന്നുണ്ട്. പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ മസിയെ കാണാനില്ല. അതായത് തന്റെ സത്യസന്ധത എവിടേക്കോ വലിച്ചെറിഞ്ഞ് തന്റെ മക്കളുടെ പട്ടിണിയാണ്, അവരുടെ ജീവിതമാണ് ഏറ്റവും വലുത് എന്ന് കരുതിയ മസിയ ആ പണവുമായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന മസിയെ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് മകനായിട്ടുള്ള മിലനും ഉള്ളത്. അപ്പൊ രാത്രിയായപ്പോ ബാത്റൂമിൽ പോകാൻ തോന്നിയത് കൊണ്ട് തന്നെ ഉമ്മയെ വിളിക്കുന്നുണ്ട്. നീ പോയിട്ട് വാടാന്ന് മിലനോട് ഇപ്പൊ മസിയെ പറയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മിലൻ ഒറ്റയ്ക്കാണ് ബാത്റൂമിലേക്ക് പോകുന്നത്. പോകുന്ന വഴിയിൽ അവൻ വയലിന്ന് പിടിച്ചുകൊണ്ടുവന്ന ഞണ്ടിനെ കിട്ടുവെക്കുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു. അത് താഴേക്ക് എടുക്കണം. അല്ല ഇത് പാര താഴെ വെച്ചതെന്ന് പറഞ്ഞിട്ട് അവൻ മേലേക്ക് തന്നെ അതെടുത്ത് വെക്കാണ്. പിന്നീട് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ബോധവും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന അവരുടെ അമ്മയെ കാണുകയാണ്. എന്തൊക്കെയോ അവര് പെറുവിറുത്തോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് പുത്രിയും വന്നിട്ടുണ്ട്. പുത്രിയും വന്നിട്ട് അമ്മയെ വിളിക്കാണ്. എന്താ പറ്റിയത്, ഒരു ബോധമില്ലാത്തൊരു അവസ്ഥ. പിന്നീട് ഇവരിങ്ങനെ തട്ടി വിളിച്ചപ്പോഴാണ് മസിയക്ക് ബോധം വന്നത്. ഞാനെങ്ങനെ ഇവിടെ വന്നത്, ആരെന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെയാ മസിയെ ചോദിക്കുന്നത്. എന്തായാലും അമ്മ പോയിട്ട് കിടക്കുന്നു പറഞ്ഞിട്ട് റൂമിലേക്ക് പറഞ്ഞേക്കാണ് മസിയെ ഇപ്പോൾ പുത്രി. കൂടെ തന്നെ ചെക്കനായിട്ടുള്ള മിലനും പോകുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം മിലൻ മേലേക്ക് എടുത്തു വെച്ച ആ ഒരു പാത്രം വീണ്ടും ആരോ താഴേക്ക് എടുത്തു വെച്ചിരിക്കുകയാണ്. അതിപ്പോ പുത്രി കാണുന്നുണ്ട്. മാത്രമല്ല ആ വെള്ളം വെറുതെ അങ്ങനെ നിൽക്കുകയല്ല, ഒരാൾ കൈയിട്ട് വെള്ളത്തിലിട്ട് ഇങ്ങനെ കറക്കിയാൽ എങ്ങനെയാണോ ആ വെള്ളം ചലിക്കുക അതുപോലെ ആ വെള്ളം ഇളകുന്നുണ്ട്. ഇതിപ്പോ എന്താ ഇങ്ങനെ എന്ന് കരുതിയിട്ട് പുത്രി ആ വെള്ളത്തിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ പുത്രിയുടെ പിന്നിൽ ആ കുട്ടിച്ചാത്തനുണ്ടല്ലോ, അവൻ അങ്ങനെ വന്ന് എത്തി നോക്കുകയാണ്. അതിന്റെ ആ ഒരു പ്രതിബിംബം കണ്ട് നമ്മുടെ പുത്രി ആകെ ഞെട്ടിപ്പോകുന്നുണ്ട്. പക്ഷെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ഒന്നും കാണാനുമില്ല. അങ്ങനെ അന്നേ ദിവസം രാത്രി വലിയ കുഴപ്പമൊന്നുമില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോവാണ്. എന്നാൽ പിറ്റേ ദിവസം തന്നെ പുത്രി നമ്മുടെ കിക്കിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയണേ, ഇന്നലെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, എന്തോ ഒരു അമാനുഷികമായിട്ടുള്ള കാര്യം എന്റെ വീട്ടിൽ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയണം. അപ്പൊ കിക്കി പറയണേ, എന്റെ പൊന്നു മോളെ, നിന്റെ ഉമ്മയ്ക്ക് വല്ല സ്ലീപ്പിംഗ് ഡിസോർഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, ആദ്യം പോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ചാൽ മതി, എന്നാൽ തന്നെ ആ ഒരു പ്രശ്നം തീരുന്നു പറയണം. പിന്നെ നീ ആ ഒരു വെള്ളത്തിൽ കണ്ട പ്രതിബിംബം അത് വല്ല കരിമ്പൂച്ചയായിട്ടായിരിക്കും, വെറുതെ അനാവശ്യമായിട്ട് പേടിക്കാൻ നിൽക്കല്ലേ പുത്രി എന്ന് പറയണം. ഇതേ നേരത്തിന് ഈ കിക്കിയുടെ സഹോദരനായിട്ടുള്ള അജിയും അതുപോലെ കിക്കിയുടെ കസിനായിട്ടുള്ള ടെമ്പോക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇവര് 4 പേരും കൂടിയിട്ടാണ് ആ ഒരു ഷിപ്പിലേക്ക് ജോലിക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തത്. അപ്പൊ നീ ഉണ്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ പുത്രി പറയുന്നത്, എന്റെ അമ്മ സമ്മതിക്കും തോന്നില്ലടാ, അമ്മ പറയുന്നത് പഠിക്കാനാണ്. എന്നാൽ ഈ അജി പറയുന്നത്, അല്ല നമ്മൾ എന്തായാലും ജോലിക്ക് പോകും, അക്കാര്യത്തിൽ കൺഫേം ആണേ, നോക്കട്ടെന്ന് പറഞ്ഞിട്ട് പുത്രി പിന്നീട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിലേക്ക് പോയി രാത്രിയായി. ഒന്ന് ബാത്റൂമിലേക്ക് പോകാനായിട്ട് നമ്മുടെ പുത്രി എഴുന്നേറ്റ സമയത്ത് വെറുതെ ഒന്ന് അമ്മ കിടക്കുന്ന റൂമിലേക്ക് നോക്കുകയാണ്. നോക്കിയ സമയത്ത് അവിടെ മസി ഇല്ലായിരുന്നു, പകരം നമ്മുടെ മിലൻ മാത്രമാണ് ഒറ്റയ്ക്ക് കിടക്കുന്നത്. അമ്മ ഇപ്പൊ എവിടെ പോയിന്ന് കരുതിയിട്ട് അവളിങ്ങനെ ആ ഒരു റൂം മുഴുവനായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു ബാഗിൽ നിറയെ കാശ് അവൾ കാണുന്നുണ്ട്. കുറെ നേരം നോക്കിയിട്ടും ആരെയും കാണാനില്ല. അതുപോലെ തന്നെ വീടിന്റെ പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. അവൾക്ക് ഇപ്പൊ ആകെ പേടിയായി. പിന്നെ ഒന്നും നോക്കിയില്ല. ആ രാത്രിയിൽ തന്നെ നമ്മുടെ മിലനെയും കൂട്ടിയിട്ട് നേരെ കിക്കിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. കിക്കി, ഇതുപോലെ അമ്മയെ കാണാനില്ല, ഒന്നും നോക്കാൻ നിങ്ങൾ കൂടെ വരണം എന്ന് പറയണം. അവര് സമ്മതിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ മിലനെ ഇപ്പൊ കിക്കിയുടെ വീട്ടിൽ നിർത്തുകയാണ്. അവിടെ അവളുടെ സഹോദരനായിട്ടുള്ള അജിയുണ്ട്. അങ്ങനെ ഇവര് 3 പേര്, പുത്രി, കിക്കി അതുപോലെ തന്നെ തെമ്പോക്ക്, ഇവര് 3 പേരും ആ ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ട് അവളുടെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്താണ് അവിടെ 2 ആൾക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പോലീസുകാരൻ സുക്കിമാനെ കാണുന്നത്. സുക്കിമാൻ എന്താണ് മക്കളെ കാര്യം ചോദിച്ചപ്പോൾ ഇപ്പൊ പുത്രി കാര്യം
മിലൻ പറയാണ് അമ്മയെ കാണാനില്ല, അമ്മയെ നോക്കിയിട്ട് ഇറങ്ങിയതാന്ന് പറയാണ്. ഇപ്പൊ സുക്കിമാൻ പറയാണ് മോളെ പേടിക്കൊന്നും വേണ്ട കേട്ടോ, വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ, നിന്റെ അമ്മയുടെ ജോലി പോയിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പകല് എന്തിനാണെന്ന് അറിയില്ല എന്നെ കാണാനും വന്നിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ വല്ല ജോലി നോക്കിയിട്ട് പുറനാട്ടിലേക്കേറ്റം പോയതായിരിക്കും മോളെ, നീ പേടിക്കൊന്നും വേണ്ട, രാവിലെ ആകുമ്പോൾ അങ്ങോട്ടേക്ക് വന്നോളും, ഇപ്പൊ എന്തായാലും നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോന്ന് പറയണം. എന്നാലും ആ പിള്ളേരുടെ കൂടെ പോയിട്ട് അവരുടെ അമ്മയെ തപ്പാൻ വേണ്ടിയിട്ട് ഇയാൾ നിൽക്കുന്നില്ല. എന്തിനാണോ പിന്നെ ഇയാളെ പോലീസുകാരെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിർത്തിയിരിക്കുന്നത്. എന്തായാലും പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ കിക്കിയും അതുപോലെ തെമ്പോക്കും അവളുടെ വീട്ടിലുണ്ട്. അപ്പൊ പുത്രി അവളുടെ ഉമ്മയുടെ റൂമിലുണ്ടായിരുന്ന ആ കാശ് കൊണ്ടേ കാണിച്ചിട്ട് പറയുന്നത്, ഇത് കണ്ടോ, ഇത് ഇവിടുന്ന് കിട്ടിയ കാശാണ്, എന്തായാലും ഇത്രയും വലിയ കാശൊന്നും എന്റെ അമ്മയ്ക്ക് ആരും കൊടുക്കാൻ പോകുന്നില്ല, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്റെ അമ്മയുടെ ചെരുപ്പ് പുറത്തുണ്ട്, അവര് പുറത്തേക്ക് പോവാണെങ്കിൽ ചെരുപ്പിട്ടല്ലേ പോവുള്ളൂ, ചെരുപ്പ് എടുക്കാതെ എങ്ങനെയാണ് പുറത്തേക്ക് പോവുക. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മിലൻ അവിടെ ഉണ്ടായിരുന്ന ചുമരിൽ കാര്യമായിട്ട് എന്തോ കുത്തി വരച്ചുകൊണ്ടിരിക്കുകയാണ്. ദേഷ്യം വന്ന പുത്രി പറയുന്നത്, നീ കുറെ നേരമായല്ലോ വരയ്ക്കുന്നത്, എന്താണ് നിനക്ക് ഇത്ര വരയ്ക്കാനുള്ളതെന്ന് കരുതിയിട്ട് ഇവര് പോയി നോക്കുമ്പോൾ ഒരു പഴയ കെട്ടിടത്തിന്റെ മുകളിൽ പൊന്തി നിൽക്കുന്ന ഒരു ചിമ്മിനി, അങ്ങനെ ഒരു ചിത്രമാണ് അവൻ അവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല അന്ന് രാത്രി സുബോധമില്ലാതെ ഇവരുടെ അമ്മ മസി എഴുന്നേറ്റ് നടക്കുന്ന സമയത്തും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഈ ചിമ്മിനിയുടെ കാര്യമായിരുന്നു പിറുപിറുത്തിരുന്നത്. അപ്പൊ തന്നെ ഇവര് മൂന്നുപേരും അതിനെക്കുറിച്ച് സംസാരിച്ച്, അതുപോലെ തന്നെ ടെമ്പോക്ക് ഒരു കാര്യം പറയുന്നുണ്ട്, ഇവൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ആ കാട്ടിലുള്ള ഫാക്ടറി ഉണ്ടല്ലോ അതിന്റെ ചിത്രമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇതുപോലൊരു ചിമ്മിനി ഉള്ളത് ആ ഒരു ഫാക്ടറിക്ക് മാത്രമാണ്, എന്നാൽ നിലവിൽ ആ ഫാക്ടറി ഇപ്പൊ ആരും ഉപയോഗിക്കുന്നുമില്ല. മാത്രമല്ല ആ ഫാക്ടറിയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരു വലിയ പൈസക്കാരനായിട്ടുള്ള ആളുടേതായിരുന്നു ആ ഒരു ഫാക്ടറി. എന്നാൽ കാശുണ്ടാക്കാൻ വേണ്ടി അയാൾ ചെയ്തിരുന്നത് കുറച്ച് കഠിനമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അയാളുടെ ഭാര്യയെ തന്നെ എന്തോ ആഭിചാരത്തിലൂടെ എന്തോ ഒരു പ്രേതമാക്കി മാറ്റി, പിശാചാക്കി മാറ്റി എന്നൊക്കെയാ പറയുന്നത്. അതിനെന്തോ കുന്തിലിനാക്ക് എന്നായിട്ടാ പറയുന്നത്. പിന്നെ അയാളുടെ കൂടെ എപ്പോഴും ഒരു കുട്ടിച്ചാത്തനും ഉണ്ടാവും. അപ്പോ ഇതിനെ രണ്ടിനെ ഉപയോഗിച്ചാണ് അയാൾ ആ കാശൊക്കെ ഉണ്ടാക്കിയത്. ആ ഫാക്ടറിയുടെ പിന്നിൽ അങ്ങനെ ഒരു കഥയുണ്ട്. മാത്രമല്ല ഇപ്പൊ ആ ഫാക്ടറി ഉപയോഗിക്കുന്നൊന്നുമില്ല, ആരും അങ്ങോട്ട് പോവാറുമില്ല, ആരും അവിടെ ഇല്ല. അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ പുത്രിക്ക് ഒരു സംശയം, ഉമ്മയുടെ റൂമിൽ ഇത്രയും കാശ് വന്നിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ ഒരു കഥയുണ്ട്, അങ്ങനെയാണെങ്കിൽ ചിലപ്പോ അവളുടെ അമ്മ അവിടെ ഉണ്ടെങ്കിലോ, എന്തായാലും ഒന്ന് പോയി നോക്കാന്ന് തന്നെ പുത്രി തീരുമാനിക്കണം. അവള് വേഗം അവളുടെ ആ ഒരു ഷൂസ് ഇടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കിക്കിയും നമ്മുടെ ടെമ്പോക്കും വന്നിട്ട് പറയണം, അല്ല നീ എങ്ങോട്ടേക്ക് പോകുന്നത്, ഞാൻ അവിടെ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞേ ഉള്ളൂ, സ്വബോധമുള്ള ഒരാൾ പോലും അങ്ങോട്ടേക്ക് പോയില്ലേ, പുത്രി വേണ്ടാന്ന് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുത്രി പറയാണ് കാണാതായിരിക്കുന്നത് എന്റെ അമ്മയാണ്, അമ്മയെ തേടി ഞാൻ എവിടെ വേണമെങ്കിലും പോകുന്നു പറയാണ്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ ടെമ്പോക്ക് കിക്കിയോട് പറയുന്നുണ്ട്, കിക്കി നീ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുക, അങ്ങോട്ടേക്ക് പോകാൻ പാടില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അവിടെ. ഇപ്പൊ കിക്കി പറയണ ഞാൻ എന്ത് പറയണേ, അവള് തീരുമാനിച്ചു കഴിഞ്ഞു, എന്തായാലും അവളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല, നമുക്കും കൂടെ പോവില്ലെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ടെമ്പോക്കും സമ്മതിക്കുകയാണ്. പിന്നീട് പോകുന്നതിന് മുന്നേ പുത്രി സഹോദരനായിട്ടുള്ള മിലിനോട് പറയണ, മോനെ ഒരു കാരണവശാലും വാതിൽ തുറക്കാൻ പാടില്ല, ഞാനോ അല്ലെങ്കിൽ അമ്മയോ വന്ന് വിളിക്കാതെ നീ വാതിൽ തുറക്കേ വേണ്ട, ഇനിയിപ്പോ നന്നായിട്ട് നിനക്ക് പേടിയാവണമെങ്കിൽ ഒന്നും നോക്കണ്ട, കിക്കിയുടെ വീട്ടിലേക്ക് പോയിക്കോ, അവളുടെ ചേട്ടൻ അജി അവിടെ ഉണ്ട്, ഓക്കെ. ഇത് പറഞ്ഞ് ഇവര് മൂന്നുപേരും കൂടെ കാട്ടിലെ ആ ഒരു ഫാക്ടറിയിലേക്ക് പോവാണ്. എന്നാൽ ഇവര് പോയി കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ മിലൻ ആ ഒരു വീട്ടിൽ ഒറ്റയ്ക്കായല്ലോ. അപ്പൊ തന്നെ ആരിക്കോ അതിലൂടെ നടക്കുന്നത് പോലെ മിലന് തോന്നുന്നുണ്ട്. പിന്നീട് ഈ മൂന്ന് പിള്ളേരും കാട്ടിലേക്ക് സൈക്കിളുമായിട്ടാണ് പോകുന്നത്. ഈ കാര്യം ആര് കാണുന്നുണ്ട്, സുക്കിമാന്റെ വീട്ടിലുണ്ടായിരുന്ന സുമാനി എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ കാണുകയാണ്. ഈ സുമാനിയുടെ പിന്നിൽ എന്തോ ദുരൂഹത ഉണ്ട് തോന്നുക കേട്ടോ, കാരണം ഇവൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. എന്തായാലും അവര് കാട്ടിലേക്ക് എത്തിയപ്പോൾ ഏകദേശം സന്ധ്യാസമയമായിട്ടുണ്ട്. അപ്പൊ തന്നെ ടെമ്പോക്ക് പുത്രിയോട് പറയുന്നുണ്ട്, ഈ രാത്രി ആയി കഴിഞ്ഞാൽ വീടിന്റെ പുറത്തേക്ക് വരെ ഇറങ്ങാത്ത ആളാ ഞാൻ, ആ എന്നെയും കൊണ്ടാണ് നീ ഇപ്പൊ കാട്ടിലേക്ക് വന്നിരിക്കുന്നത്, ആ കുഴപ്പമില്ല വരാന്ന് പറയാണ്. അതിലൊരു കാരണമുണ്ട്, ഈ ടെമ്പോക്കിന് പുത്രി ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അവളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാലോ. പിന്നീട് കാട്ടിലേക്ക് പോകുന്തോറും ഇരുട്ടങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ. കയ്യിലൊരു ടോർച്ച് ഉണ്ട്, ആ ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് ഇവർ കാട്ടിലേക്ക് പോകുന്നത്. എന്നിങ്ങനെ ടോർച്ച് അടിക്കുന്ന സമയത്ത് ഏതോ ഒരു മരത്തിന്റെ കമ്പിൽ തട്ടിയിട്ടാവുന്ന ഒരു നിഴൽ രൂപം അവിടെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട പാടിനെ ടെമ്പോക്ക് ആകെ പേടിച്ച് കിളി പോവാണ്. ആ ടൗസറിൽ വരെ മുള്ളിപ്പോയോ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ. എന്തായാലും ഇപ്പൊ പുത്രിയും കിക്കിയും വന്നിട്ട് പറയാണ്, പേടിത്തോണ്ട ഇങ്ങോട്ട് വാ, അത് പ്രേതൊന്നുമല്ല. എന്തായാലും ഇവർ വീണ്ടും കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ മിലനെ കാണിക്കുകയാണ്. അവനിപ്പോ വീട്ടില് ഒറ്റയ്ക്കാണല്ലോ, എപ്പോഴത്തെയും പോലെ തന്നെ ചുമരിൽ ഓരോ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് അവന്റെ ഉന്തുവണ്ടി ആരോ ഉന്തി കളിക്കുന്നതായിട്ടുള്ള ശബ്ദം അവന് കേൾക്കാൻ പറ്റുന്നത്. കട്ടിലിനടിയിലായിരുന്നു അത് വെച്ചത്. എന്തായാലും കട്ടിലിനടിയിലേക്ക് നോക്കുമ്പോൾ ആരോ ഇതിങ്ങനെ തള്ളി കളിക്കുന്നുണ്ട്. ഇപ്പോ മിലൻ താഴേക്ക് നോക്കിയപ്പോൾ ഒരുത്തൻ അതിന്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്, ഒരു ചെക്കനാണ്, ഒരു കുട്ടിയാണ്. അപ്പൊ മിലൻ പറയണം, ആഹാ അപ്പൊ നീ ആയിരുന്നല്ലേ ഈ വണ്ടിയും കൊണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നത്, വാ നമുക്ക് ഒരുമിച്ച് കളിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് കൈ കാണിക്കുന്നുണ്ട്. അതേ നേരം തന്നെ ആ കറുത്ത കൈ വന്നിട്ട് മിലനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അത് പിന്നീട് അവന് ഉള്ളിലേക്ക് വലിക്കുകയാണ്. മിലൻ ഈ ഒരു സമയത്ത് പേടിച്ചുപോയി. പേടിക്കാനും ഒരു ബുദ്ധി വേണമെന്നൊക്കെ പറയുന്നില്ലേ, അല്ലെങ്കിലും ഇങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ ആരെങ്കിലും കട്ടിലിന്റെ അടിയിലേക്ക് പോയി നോക്കുവല്ലേ. എന്തായാലും ഇപ്പൊ നമ്മുടെ മിലൻ നന്നായിട്ട് പേടിച്ചു, പുറത്തേക്ക് ഇറങ്ങി ഓടാൻ നോക്കുകയാണ്. എന്നാൽ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. ഇതേ സമയത്ത് തന്നെ കട്ടിലിനടിയിൽ നിന്നും ആ കുട്ടിച്ചാത്തൻ പതിയെ മിലന്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് കറക്റ്റ് ആയിട്ട് അങ്ങോട്ടേക്ക് നമ്മുടെ സുക്കിമാൻ വരുന്നത് കേട്ടോ. ഇയാൾ വന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പൊ തന്നെ മിലൻ ഓടിപ്പോയിട്ട് സുക്കിമാനെ കെട്ടിപ്പിടിക്കുകയാണ്, അങ്കിളെ രക്ഷപ്പെടുത്തണം എന്ന് പറയാണ്. അപ്പൊ തന്നെ സുക്കിമാൻ പറയാണ്, മോനെ പേടിക്കണ്ട അങ്കിള് വന്നിട്ടുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ പുത്രിയും കിക്കിയും അതുപോലെ തന്നെ ടെമ്പോക്കും ആ ഒരു ഫാക്ടറിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു റൂം ഇപ്പൊ അവരവിടെ കാണുകയാണ്. എങ്ങനെയൊക്കെയോ അത് തുറക്കാൻ നിൽക്കുന്ന സമയത്ത് കിക്കിയുടെ ചേട്ടൻ അജി അവളെ വിളിക്കുന്നുണ്ട്. അല്ല നിങ്ങൾ എവിടെയാ പോയതെന്നൊക്കെ ചോദിക്കുകയാണ്. ചേട്ടാ പിന്നെ പുത്രിയുടെ അമ്മയെ കാണാനില്ല എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അവരെ നോക്കിയിട്ട് ഈ ഫാക്ടറിയിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയണം. ഇതേ നേരം തന്നെ അജി പറയണ, എന്ത് പ്രാന്ത നിങ്ങളീ കാണിച്ച്, സന്ധ്യാ നേരത്ത് ആരെങ്കിലും അവിടെ പോവോ,
ചേട്ടാ ഒന്നും വിചാരിക്കേണ്ട, വേറൊരു രക്ഷയില്ലാത്തത് കൊണ്ട് അവളുടെ കൂടെ വന്നതേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ കിക്കി ഫോൺ കെട്ടിയാണ്. പിന്നീട് ലോക്കായി കിടക്കുന്ന ആ റൂമിന്റെ ആ ചാവിയെല്ലാം അടിച്ചു പൊളിച്ച് ഇവർ അതിന്റെ ഉള്ളിലേക്ക് കടക്കുകയാണ്. കടന്ന വാർഡ് തന്നെ ഒരുപാടധികം വവ്വാലുകൾ ഇവർക്ക് നേരെ പാറി വരികയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ടെമ്പോക്ക് പേടിച്ച് വിറച്ചു എന്നറിയാം. ബാക്കിയുള്ളവരും പേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ തന്നെ ടെമ്പോക്കും കിക്കിയും പറയുന്നുണ്ട്, പുത്രി നമുക്കിനി ഇവിടെ നിൽക്കണ്ട, പോവാന്ന് പറയാണ്. അതുപോലെ തന്നെ ഈ ഫാക്ടറിക്ക് വേറൊരു കഥ കൂടെ ഉണ്ട്. അതായത് ഈ ഫാക്ടറിയുടെ ഓണർ കുറെ ആഭിചാരങ്ങൾ ചെയ്ത് കുന്തിലിനാക്ക് എന്ന് പറഞ്ഞ ഒരു പ്രേതത്തിനെയൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരു കുട്ടിച്ചാത്തനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് ഈ കാശെല്ലാം സമ്പാദിക്കുന്നില്ലേ. എന്നാൽ അയാൾക്ക് ഒരു കുടുംബം നിലനിർത്താൻ കഴിയില്ല. ആ കുടുംബത്തിന് എന്തായാലും ആ പിശാചുകൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അയാൾക്ക് മാത്രമേ ആ സമ്പത്ത് അനുഭവിക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ പേടിച്ചു പോയ ടെമ്പോക്ക് ചോദിക്കുന്നുണ്ട്, എന്റെ പൊന്നിക്ക് ഓൾറെഡി പേടിച്ച് തൂറി നിൽക്കുകയാണ്, അതിന്റെ പുറമെ നിന്റെ കഥ കൂടെ വേണോ? എടാ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ചുമ്മാ ഞാനൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. ഇപ്പൊ പുത്രി പറയണത് നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ, വാ ഉള്ളിലേക്ക് പോയി നോക്കാന്ന് പറയുമ്പോൾ അവിടുത്തെ ചുമരിൽ ആ പഴയ ഈ ഫാക്ടറിയുടെ ഓണറിന്റെ ഫോട്ടോയൊക്കെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇയാളെന്തോ മരിച്ചുപോയി തോന്നുന്നു. അതുപോലെ തന്നെ ഇയാളുടെ കൂടെ അന്ന് ജോലി ചെയ്ത ആൾക്കാരുടെ ഫോട്ടോ, ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ആരുടെയും മുഖം വ്യക്തമല്ല, എല്ലാം കറ പിടിച്ച് നാശമായിട്ടുണ്ട്. എന്തായാലും ഇവിടെ മുഴുവനായിട്ട് പരിശോധിക്കാൻ തന്നെ പുത്രി തീരുമാനിക്കുകയാണ്. ഇതേ നേരം കിക്കി നമ്മുടെ ടെമ്പോക്കിനോട് ചോദിക്കണം, അല്ല നേരത്തെ ആ ഒരു വാതിൽ തകർക്കാൻ ഉപയോഗിച്ച ആ കോടാലിയില്ലേ, അത് നീ എവിടെയാ വെച്ചത്, അത് പോയി എടുത്തിട്ട് വാന്ന് പറയണം. ഇപ്പൊ ടെമ്പോക്ക് പറയണം, അതിന്റെ ആവശ്യമുണ്ടോ കിക്കി? ആവശ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വന്നാൽ ഒരു ആയുധം കയ്യിലുള്ളത് നല്ലതാണ്, നീ എന്തായാലും അത് പോയി എടുത്തിട്ട് വാന്ന് പറയണം. ഞാൻ ഒറ്റക്ക് തന്നെ പോണല്ലേ? നീ ഒറ്റക്ക് തന്നെ പോണെന്ന് പറയണം. ഇപ്പൊ ടെമ്പോക്ക് നേരെ ആ ഒരു കോടാലി എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. പിന്നീട് ആ ഒരു കോടാലി തപ്പുന്ന സമയത്താണ് അവൻ ഒരു കാര്യം കാണുന്നത്. ആ ബിൽഡിങ്ങിന്റെ അടിയിലേക്ക് പോകാനായിട്ട് ഒരു വഴി, ഒരു ബേസ്മെന്റ്. ഇതേ നേരം തന്നെ പുത്രി അതുപോലെ കിക്കി രണ്ടുപേരും അവിടെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കാര്യം കാണുന്നുണ്ട്. അതായത് വെള്ളത്തുണിയിൽ മൂടപ്പെട്ട ഒരു രൂപം. പെട്ടെന്നായതുകൊണ്ട് തന്നെ ഒന്ന് പേടിച്ചു പോകുന്നുണ്ട്. എന്നാൽ അടുത്തേക്ക് പോയി നോക്കിയപ്പോഴാണ് വെറുതെ എന്തോ ഒരു ഒരു ഹുക്കിന്റെ മുകളിൽ തൂക്കിയിട്ട ഒരു തുണി, അത്രമാത്രമായിരുന്നു. എന്തായാലും പുത്രി അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു റൂമിലേക്ക് പോയിട്ട് അവിടെ ഫുള്ളായിട്ട് പരിശോധിക്കുകയാണ്. ആ നേരത്ത് ഈ നാട്ടിൽ കാണാതായിരിക്കുന്ന ഒരുപാട് പെൺപിള്ളേരുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അത് ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് പുത്രി കിക്കിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവളുടെ സൈഡിൽ ഉണ്ടായിരുന്ന റൂമിൽ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ തൂക്കിയിട്ടതുപോലെ നമ്മളെ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പുത്രി കണ്ടില്ല. എന്നാൽ മുന്നോട്ടേക്ക് പോയിട്ട് എന്തോ ഒരു സംശയം തോന്നിയപ്പോൾ പുത്രി അതുപോലെ തന്നെ തിരിച്ചു വന്ന് അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ച് പോകുമ്പോൾ ഒരു രൂപവും അവിടെ ഇല്ല. പിന്നീട് പുത്രി അവൾക്ക് കിട്ടിയ ആ ഒരു പോസ്റ്റേഴ്സ് എല്ലാം കിക്കിയെ കാണിച്ചു കൊടുക്കുകയാണ്. അതേ നേരത്താണ് കോടാലിയുമായിട്ട് ടെമ്പോക്ക് വരുന്നത്. നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വന്നേ, എനിക്കൊരു കാര്യം കാണിച്ചു തരാണ്ടെന്ന് പറയാണ്. അതായത് ഇവര് നേരെ ആ ഒരു ബേസ്മെന്റിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തായാലും ഈ ബേസ്മെന്റ് കണ്ട സമയത്ത് ഇവര് 3 പേരും, പുത്രി, കിക്കി അതുപോലെ തന്നെ ടെമ്പോക്ക്, ഇവര് 3 പേരും നേരെ അതിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് ഇവർക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഇത് ആഭിചാര ക്രിയകൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പോരാത്തതിന് ആ ഹാളിന്റെ ഒരു ഭാഗത്തായിട്ട് ഓരോ ബാഗിൽ കെട്ട് കണക്കിന് പൈസ. ഈ കാശ് കണ്ട സമയത്ത് തന്നെ അവർക്ക് മനസ്സിലായി ഇത് ശാപം പിടിച്ച കാശാണെന്ന്. അതുപോലെ അവിടെ വെച്ച് കുറെ അധികം ആൾക്കാരുടെ ഫോട്ടോ കിട്ടുന്നുണ്ട്. കാണാതായി എന്ന് പറഞ്ഞ പെൺകുട്ടികളുണ്ടല്ലോ, അവരുടെ ഫോട്ടോ ആയിരുന്നു അത്. ആ കൂട്ടത്തിൽ നമ്മുടെ പുത്രിയുടെ അമ്മയായിട്ടുള്ള മസിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. അതോടെ മസിയക്ക് ഒരു കാര്യം മനസ്സിലാവാണ്, അതായത് കാണാതായ ഒരു പെൺകുട്ടികൾ അവരെങ്ങനെയാണോ കാണാതായത് അതുപോലെ തന്നെ അവളുടെ അമ്മയായിട്ടുണ്ട് ഇപ്പോ. ഈ സമയത്താണ് മുകളിൽ നിന്നും എന്തോ ഒന്ന് താഴേക്ക് വീഴുന്നത്. അതേ നേരം അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരിയുടെ വെളിച്ചെല്ലാം അണഞ്ഞു പോവാണ്. ഇവര് നോക്കുമ്പോൾ എന്തോ ഒരു നിലത്ത് അങ്ങനെ പതിഞ്ഞു കിടക്കുന്ന എന്തോ ഒരു സാധനം. പിന്നീട് അങ്ങോട്ടേക്ക് വെളിച്ചടിച്ച് നോക്കിയപ്പോഴാണ് വ്യക്തമായിട്ടും അതെന്താണെന്ന് കാണാൻ കഴിഞ്ഞത് കേട്ടോ. അതൊരു പിശാചായിരുന്നു. ഈ മനുഷ്യ സ്ത്രീകളെ തട്ടിക്കൊണ്ടുവരുന്നില്ലേ, അവരെ ആരും ഈ ആഭിചാര ക്രിയകളിലൂടെ പിശാചാക്കി മാറ്റുകയാണ്. ഇതിന് പറയുന്ന പേരാണ് കുന്തിലിനാക്ക്. ഒരു വല്ലാത്ത പേര് തന്നെ. ഇവരതിനെ കണ്ടപാടിന് അവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ അതുപോലെയുള്ള വേറെയും ഒരുപാട് പിശാചുകൾ ഇവരെ പിടിക്കാൻ നോക്കുന്നുണ്ട്. അവിടുന്ന് ജീവനും കൊണ്ട് 3 പേരും പുറത്തേക്ക് കിടക്കുകയാണ്. എന്നാൽ ആ സമയത്ത് പുത്രി പറയണ, ഇല്ല എനിക്ക് വരാൻ കഴിയില്ല, എന്റെ അമ്മ ഇവിടെ ഉണ്ട്, എനിക്ക് അവരെ രക്ഷപ്പെടുത്തണം എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ടെമ്പോക്കും കിക്കിയും പറയാണ്, നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ, നിന്റെ കൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ 3 പേരുടെ ജീവനും പോകും, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോകാം, എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാം, ഒരു പടയുമായിട്ട് വരാം നമുക്ക്. എന്ന പുത്രി പറയണ, എനിക്ക് വരാൻ കഴിയില്ല, കാരണം എന്റെ അമ്മ എന്നെ നന്നായിട്ട് നോക്കിയതാ, ഒരിക്കലും ഞാൻ അമ്മയുടെ കൂടെ നല്ല രീതിയിൽ നിന്നിട്ടില്ല. ഇനി ഞാനിപ്പോ ഇവിടുന്ന് വന്നാല് അമ്മയെ രക്ഷപ്പെടുത്താൻ വൈകിയാല് അമ്മ പിന്നീട് എനിക്ക് നഷ്ടമായാല് എന്നെ കൊണ്ട് ഇത് താങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് അമ്മയില്ലാതെ ഞാൻ ഇവിടുന്ന് വരില്ല എന്ന് പറയാണ്. ഭയങ്കര വാശി പിടിക്കാണ്. ഇപ്പൊ കിക്കിയും അതുപോലെ തന്നെ ടെമ്പോക്കും പറയണു, ഓക്കെ നിന്റെ കൂടെ ഞങ്ങൾ നിൽക്കാം, എന്തായാലും നമ്മളെ 3 പേരെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, ഞാൻ നാട്ടിലേക്ക് പോയിട്ട് ആരെങ്കിലും കൂട്ടിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ രാത്രിയിൽ കാട്ടിലൂടെ ഒറ്റയ്ക്ക് തന്നെ ടെമ്പോക്ക് പോവുകയാണ്. അതേസമയം തന്നെ ഫാക്ടറിയിൽ നിന്നും പുത്രിയും അതുപോലെ കിക്കിയും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവർ പോകുന്നത് ഈ ഫാക്ടറിയുടെ കുറച്ചപ്പുറത്തായിട്ട് തന്നെ കാടിനുള്ളിലായിട്ട് ഈ ഫാക്ടറിയുടെ ഓണർ ആയിട്ടുള്ള ആ മനുഷ്യനുണ്ടല്ലോ, അയാളുടെ വീടുണ്ട്, നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് ഇവര് നേരെ ആ വീട്ടിലേക്ക് പോവാണ്. ഇതേ സമയത്ത് തന്നെ നാട്ടുകാരെ വിളിക്കാൻ പോയ നമ്മുടെ ടെമ്പോക്കിനെ കാട്ടിൽ വെച്ച് ആരോ ഒരാൾ ആക്രമിക്കുകയാണ്. മാത്രമല്ല പിന്നീട് അവനെ അവിടെ പിടിച്ചു കെട്ടുന്നുണ്ട്. ഇതേ നേരം തന്നെ പുത്രിയും കിക്കിയും കൂടെ ഓണറുടെ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വർഷമായിട്ട് ഉപയോഗിക്കാത്ത വീടാണ്. അപ്പൊ അതിന്റെ അവസ്ഥ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഈ കാഴ്ചയിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. ഇത്രയും വലിയൊരു വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും ഒരേ സ്ഥലത്തൂടെ തപ്പി നടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ടൈമാവും. അതുകൊണ്ട് 2 ടീമായിട്ട് പോയിട്ട് നമുക്ക് ഇവിടെ മുഴുവൻ ചെക്ക് ചെയ്യാന്ന് പുത്രി പറയാണ്. അതുകൊണ്ട് പുത്രി ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്, കിക്കി മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. കിക്കി ഇപ്പൊ ഒരു റൂമിലെത്തി കേട്ടോ. ആ റൂമിൽ വെച്ച് ഒരു സാധനം അവൾക്ക് കാണാൻ പറ്റി. അതായത് ആ ഒരു കളിപ്പാട്ടം പോലെയുള്ള ഒരു മ്യൂസിക് പ്ലെയർ. ഇപ്പൊ കിക്കി
എന്ത് ചെയ്തെന്നറിയോ, ആ സാധനം കയ്യിലെടുത്ത് വെറുതെ അതിന്റെ ആ ഒരു ചാവി തിരിച്ചു കൊടുക്കണം. പതിയെ അതിൽ നിന്ന് ആ ഒരു മ്യൂസിക് പുറത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് ചുമ്മാ എടുത്തൊന്ന് ഞെക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഫ്ലാഷ് ലൈറ്റ് കത്തുകയാണ്. ആ ലൈറ്റിൽ ഒരു വല്ലാത്ത രൂപത്തെ കിക്കി അവിടെ കാണുകയാണ് കേട്ടോ. ലൈറ്റ് കത്തിയപ്പോൾ മാത്രമാണ് ആ രൂപത്തെ കണ്ടത്. അവളാകെ പേടിച്ചുപോയി. അത് അവിടെ വീണ്ടും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്നുകൂടെ അവളൊന്ന് ആ ഒരു ക്യാമറയുടെ സ്വിച്ച് നിൽക്കുന്നുണ്ട്. വീണ്ടും ഫ്ലാഷ് അടിക്കുകയാണ്. അപ്പൊ അവളുടെ കുറച്ചും കൂടെ അടുത്തേക്ക് ആ ഒരു ആത്മാവ് അതിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെയും അത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി അവൾ ഒന്നുകൂടെ ഞെക്കിയപ്പോൾ അവളുടെ തൊട്ടടുത്തേക്ക് ആ രൂപം വന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ. ഒരേറ്റ അലറലാണ്. അത് കേട്ടു അങ്ങോട്ടേക്ക് പുത്രി ഓടി വരികയാണ്. എന്താ കാര്യം ചോദിച്ചപ്പോൾ പ്രേതം 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 എന്ന് പറയല്ലാതെ അവിടെ ഒന്നിനും കാണാനും പറ്റുന്നില്ല, പ്രത്യേകിച്ചൊന്നും അവിടെ ഇല്ലതാനും. എന്തായാലും അവരവിടെ മുഴുവനായിട്ട് മരിച്ചു പരിശോധിക്കുമ്പോൾ കുറച്ച് മെനയുള്ള ഒരു റൂമിലേക്ക് ഇവർ എത്തി കേട്ടോ. ആ റൂമിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ചാക്ക് കണക്കിന് കാശ് ഓരോ ഭാഗത്ത് മട്ടിയിട്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഇവരെ ഞെട്ടിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ആ റൂമിന്റെ ഒരു ചുമരിലായിട്ട് വലിയൊരു ഫോട്ടോ ഉണ്ട്. ആ ഫോട്ടോയിൽ ഒരാളുടെ ഫോട്ടോ കണ്ട് ഇവര് ഞെട്ടി കേട്ടോ. അത് മറ്റാരും ആയിരുന്നില്ല, ഇവരുടെ നാട്ടിലെ തീരെ ബോധമില്ലാതെ നടക്കുന്ന ഒരു പോലീസുകാരുണ്ട് പറഞ്ഞില്ലേ, സുക്കിമാൻ. അയാളുടെയും അയാളുടെ ഭാര്യയുടെയും ഫോട്ടോ ആയിരുന്നു. എന്നാൽ പുത്രിക്കും അതുപോലെ കിക്കിക്കും മനസ്സിലാവുന്നില്ല ഇയാളുടെ ഫോട്ടോ ആരാണ് ഇവിടെ കൊണ്ടുവച്ചത്. അതുപോലെ തന്നെ ഇയാളുടെ ഭാര്യയെ കുറെ കാലമായിട്ട് കാണാനില്ല എന്ന് സുക്കിമാൻ തന്നെ പറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ വെച്ച് ഒരു മോതിരത്തിന്റെ പെട്ടി കിട്ടുകയാണ്. 2 മോതിരം അതിലുണ്ടായിരുന്നു. ഒന്ന് സുക്കിമാന്റേതായിരിക്കാം, അതുപോലത്തേത് രണ്ടാമത്തേത് അയാളുടെ ഭാര്യയുടേതായിരിക്കാം. അതുപോലെ അവിടെ വെച്ചിട്ട് ഒരു പഴയ നോട്ട്ബുക്കും കിട്ടുന്നുണ്ട് കേട്ടോ. അത് എഴുതിയിരിക്കുന്നത് ഈ സുക്കിമാൻ തന്നെയാണ്. അതിൽ എഴുതിയ കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിച്ചാത്തനുണ്ടല്ലോ അതിനെ എങ്ങനെ കൊണ്ടുവരാം, അതിലൂടെ എങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാക്കാം, ആഭിചാര ക്രിയകൾ, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതായത് ഈ ആഭിചാരത്തിലൂടെ ആ കുട്ടിച്ചാത്തനെ വരുത്തി കഴിഞ്ഞാൽ ഇയാൾക്ക് സമ്പത്ത് കിട്ടിക്കൊണ്ടേയിരിക്കും. ആരാണോ കുട്ടിച്ചാത്തനെ വരുത്തിയത് അയാൾക്ക്. അതുപോലെ കുട്ടിച്ചാത്തൻ ആരാണോ വിളിച്ചു വരുത്തിയത് അയാൾ മരിക്കുന്നത് പോലെ ആ കുട്ടിച്ചാത്തനും ആയുസ് ഉണ്ടാവും. പിന്നെ ആ ഒരു കുട്ടിച്ചാത്തൻ അതിന്റെ വിശപ്പടക്കാനായിട്ട് അവന് വേണ്ടത് കുറച്ച് വിയേഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, സ്ത്രീകളുടെ ബ്രീസ്റ്റ് മിൽക്ക്. അതിനു വേണ്ടിയിട്ടാണ് പല സ്ത്രീകളെയും ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആരാണ് തട്ടിക്കൊണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, സുക്കിമാൻ തന്നെ. അയാളുടെ ഭാര്യയായിട്ടുള്ള റഹ്മയാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. സ്വന്തം ഭാര്യയെ കുന്തലിക്നാക്ക് എന്ന് പറഞ്ഞ ഒരു പ്രേതമാക്കി അല്ലെങ്കിൽ പിശാചാക്കി മാറ്റിയതും ഇയാൾ തന്നെയാണ്, ഇയാളുടെ മാത്രം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ കുന്നുകൂടി കിടക്കുന്ന ഈ കാശ് ഇത് വെറുതെ മായാജാലത്തിലൂടെ ആ ഒരു കുട്ടിച്ചാത്തൻ കൊണ്ടുവരുന്നൊന്നുമല്ല, ഈ നാട്ടുകാരുടെ കാശ് കട്ടുകൊണ്ടുവരുന്നതാണ്. അതുകൊണ്ടാണ് ഈ നാട്ടിൽ ഇത്ര ദാരിദ്ര്യം. ആർക്കും അവരുടെ കാശ് എവിടെയാ പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലല്ലോ. ഇത് തന്നെയാണ് അതിന്റെ കാരണം. അവര് പോലും അറിയാതെ അവരുടെ സമ്പത്തിനെ ഈ കുട്ടിച്ചാത്തനാണ് അവരുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ടിരുന്നത്. ഇതിനുശേഷം സുക്കിമാനെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ അയാളുടെ കൂടെ ആ ഒരു സുമാനിയുണ്ട്. നാട്ടുകാരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഈ കാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി നമ്മുടെ തെമ്പാക്കിനെ കാട്ടിൽ വെച്ച് അറ്റാക്ക് ചെയ്തത് മറ്റാരുമല്ല, ഈ സുക്കിമാനും അതുപോലെ തന്നെ സുമാനിയാണ്. സുക്കിമാന്റെ കൂടെ തന്നെ ഇപ്പൊ ആരുമുണ്ട്, നമ്മുടെ പുത്രിയുടെ അനിയൻ മിലനും ഉണ്ട് കേട്ടോ. അപ്പൊ രണ്ടുപേരെയും ഒരു ഭാഗത്ത് കെട്ടിയിടാൻ വേണ്ടി സുമാനിയോട് സുക്കിമാൻ പറയാണ്. പിന്നീട് ആ ഫാക്ടറി വിട്ട് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരികയാണ്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ സുക്കിമാനും ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട്. മറ്റാരുമല്ല, നമ്മുടെ കിക്കിയുടെ അനിയനായിരുന്നു അത്. ഇപ്പൊ കിക്കിയുടെ അനിയൻ അജി ഇയാളോട് ചോദിക്കണം, അല്ല നിങ്ങൾ എന്ത് ഈ സമയത്ത് ഇവിടെ? ഇതേ സമയത്ത് തന്നെ സുക്കിമാൻ ചോദിക്കണം, അല്ല നീ എന്താ ഇവിടെ? അത് പിന്നെ എന്റെ അനിയത്തെ വിളിച്ച സമയത്ത് അവളും അവളുടെ ഒരു കൂട്ടുകാരിയും കൂടെ ഇവിടേക്ക് വന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവരെ നോക്കി ഞാൻ വന്നേന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ, അപ്പൊ നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം, നീ അങ്ങോട്ടേക്ക് നടക്കുന്നു പറയണം. ആ പാവൻ ചക്കൻ ഇയാളെ വിശ്വസിച്ച് നടക്കുകയാണ് കേട്ടോ. ഇതേ നേരം പിറകിലുണ്ടായിരുന്ന ഒരു കോടാലി എടുത്ത് ഈ സുക്കിമാൻ നമ്മുടെ അജിയെ ഒറ്റ വെട്ടിന് കൊന്നു കളഞ്ഞു. ഇപ്പൊ പുത്രിയും കിക്കിയും കാണിക്കാണ്. അതായത് ഇവരിപ്പോ ഫാക്ടറിയിലല്ല, ഫാക്ടറിയുടെ അപ്പുറത്തുണ്ടായിരുന്ന ആ ഒരു വീട്ടിലാണ്. ഇപ്പൊ മുകളിൽ നിന്നും എന്തോ ഒരു കരച്ചിൽ കേട്ടപ്പോ പുത്രി പറയണം, ഞാൻ എന്തായാലും പോയി നോക്കാം, നീ ഇവിടെ നിന്നോന്ന് പറയണം. അങ്ങനെ പതിയെ പുത്രി മുകളിലേക്ക് പോയി. ഒരു റൂമിൽ നിന്നാണ് ആ ഒരു കരച്ചില്, ഒരു മുരൾച്ച പോലെയുള്ള കരച്ചിലാ. അങ്ങോട്ടേക്ക് പോയി നോക്കിയ സമയത്ത് അവളുടെ അമ്മയെ ആ റൂമിൽ ആരോ കെട്ടിയിട്ടിരിക്കുകയാണ്, മസിയെ തന്നെ. മസിയാണെങ്കിൽ ആകെ പേടിച്ചു പോയിരിക്കുകയാണ് കേട്ടോ. അതായത് അവരുടെ മാറിൽ മുഴുവൻ ചോരയാണ്. കാരണം ആ കുട്ടിച്ചാത്തിന് വേണ്ടത്, അവന്റെ വിശപ്പ് മാറ്റാൻ വേണ്ടത് സ്ത്രീകളുടെ ആ ഒരു ബ്രീസ്റ്റ് മിൽക്ക് ആണല്ലോ. അപ്പൊ ഭയത്തിൽ മസിയെ പറയുന്നുണ്ട്, അവൻ എന്റെ ചോര വരെ ഊറ്റി കുടിച്ചു, മോളെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാന്ന്. ഈ സമയത്ത് പുത്രി പറയുന്നുണ്ട്, അമ്മ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ അയാളാണ്, ആ സുക്കിമാൻ. ഇനി ഇവിടെ നിൽക്കണ്ട അമ്മേ, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് മസിയ പുത്രി രണ്ടുപേരും കൂടെ നേരെ താഴേക്ക് വരികയാണ്. എന്നാൽ താഴെ കാത്തു നിൽക്കാൻ പറഞ്ഞ കിക്ക് ഇപ്പൊ കാണാനില്ല. അതായത് അവളിപ്പോ ആരെയോ കണ്ട് ഈ വീടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതായത് അവളുടെ കസിനായിട്ടുള്ള ടെമ്പോക്കിനെ കണ്ട് അവന്റെ പിന്നാലെ പോയതാണ്. അവളിപ്പോ അവസാനം എത്തിയിരിക്കുന്നത് ഒരു മുറിയിലാണ്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് അത് ടെമ്പോക്കൊന്നും അല്ലായിരുന്നു, ഏതൊരു പിശാചായിരുന്നു. അവന്റെ രൂപത്തിൽ വന്ന് അവൾ ആ റൂമിലേക്ക് കൊണ്ടുപോയതാണ്. മാത്രമല്ല അവിടെ നിറയെ കണ്ണാടികളും ഉണ്ടായിരുന്നു. അതിൽ ഒരു രൂപത്തെ അവൾ കാണുന്നുണ്ട്. ആദ്യം ഒന്നും അവൾക്ക് അത് ആരാണെന്ന് മനസ്സിലായി, പിന്നീടാണ് മനസ്സിലായത് അത് അവളുടെ തന്നെ രൂപമാണെന്ന്. പിന്നീട് കണ്ണാടിയുടെ ഉള്ളിൽ നിന്നും വന്ന ആ ഒരു കൈ ഉണ്ടല്ലോ, അവളെ പിടിച്ച് ആ കണ്ണാടിയിലേക്ക് തന്നെ വലിച്ച് ഒരൊറ്റ അടിയാണ്. തല പൊട്ടി ചോര പോയി. പാവം നമ്മുടെ കിക്കി അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോകുന്നുണ്ട് കേട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴാണ് കിക്കിയെ നോക്കി അങ്ങോട്ടേക്ക് പുത്രിയും മസിയും വരുന്നത്. അവര് നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന കിക്കിയാണ് കാണുന്നത്. കരഞ്ഞുകൊണ്ട് തന്നെ കിക്കിയുടെ അടുത്തേക്ക് അവള് പോകാൻ നിൽക്കുമ്പോൾ മസിയെ പറയണം, മോളെ നോക്കിയിട്ട് കാര്യമില്ല, അവള് മരിച്ചുപോയി, വാ നമുക്കെങ്കിലും രക്ഷപ്പെടാന്ന് പറഞ്ഞിട്ട് ഇവർ ഈ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ടെമ്പോക്കിനെയും അതുപോലെ തന്നെ മിലനെയും കെട്ടിയിട്ട് അവരെ നോക്കാൻ വേണ്ടിയിട്ട് സുമാനി ഏൽപ്പിച്ചായിരുന്നല്ലോ. അവന്റെ ശ്രദ്ധ മാറിയ സമയത്ത് ടെമ്പോക്ക് അവന്റെ ആ ഒരു കെട്ടുകൾ എങ്ങനെയൊക്കെയോ അഴിച്ച് മിലനുമായിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയാണ്. അതുപോലെ തന്നെ മിലന്റെ അടുത്ത് പറയുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കരുത്, എന്റെ കൂടെ തന്നെ വരണമെന്ന്. എന്നാൽ ആ ചെക്കനാണെങ്കിൽ പേടിച്ചത് കൊണ്ട് തന്നെ
തന്നെ ടെമ്പോക്ക് പറയുന്നത് കേൾക്കാതെ ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുക്കുകയാണ്. ഇതേ സമയം തന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയ പുത്രി അതുപോലെ മസിയ ഇവര് രണ്ടുപേരും രക്ഷപ്പെട്ടു പോകുന്നത് സുക്കിമാൻ കാണുകയാണ്. എന്നാൽ മകളെ രക്ഷപ്പെടുത്താനായിട്ട് ആ പോലീസിന്റെ മുന്നിലേക്ക് മസിയ ഒറ്റയ്ക്ക് ചാടി കൊടുക്കുകയാണ് കേട്ടോ. മസിയ വന്നിട്ട് ഈ സുക്കിമാൻ പിടിക്കുന്നുണ്ട്. നീ എന്താ കരുതിയത് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാൻ? ഒരിക്കലും നടക്കില്ല. എന്റെ ഭാര്യ അടക്കം ഒരുപാട് സ്ത്രീകളെ ഞാൻ കുന്തലീനാക്കുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഈ കാട്ടിലേക്ക് ആര് വന്നാലും എല്ലാവരെയും കൊല്ലാൻ പാകത്തിനാണ് ആ പിശാചുകളെ ഞാൻ ആക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചോടി എന്ന് പറഞ്ഞിട്ട് മസിയെ പിടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിനിടയിൽ മസിയ ഇയാളുടെ കൈ പിടിച്ച് ഒറ്റ കടി കൊടുക്കുകയാണ്. ആ നേരം ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കല്ലെല്ലാം ഘടിപ്പിച്ച ഒരു മാലയുണ്ട്, അത് താഴേക്ക് വീണു പോവാണ്. ഇരുട്ടത്ത് അത് എവിടെയോ വീണു പോയെന്ന് സുക്കിമാന് മനസ്സിലാവുന്നില്ല. സത്യം പറഞ്ഞാൽ ആ ഒരു മാല ഉണ്ടെങ്കിൽ മാത്രമേ കുന്തലീനാക്കുകളെ ഇയാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സമയത്ത് ഇയാൾ തന്നെ കുന്തലീനാക്കാക്കി മാറ്റി ഇയാളുടെ ഭാര്യ ഇയാളുടെ മുന്നിലേക്ക് വന്നിട്ട് പറയാണ്, എന്നെ ഈ അവസ്ഥയിലാക്കിയ നിന്നെ ഇന്ന് ഞാൻ നിന്നെ നരകം കാണിക്കൂടാന്ന്. എന്നാൽ അപ്പോഴേക്കും സുക്കിമാൻ എവിടെ നിൽക്കിയോ ആ ഒരു കല്ല് തപ്പിയെടുത്ത് അവൾക്ക് നേരെ നീട്ടിയിട്ട് ദൂരെ പോകാൻ പറയാണ്. ആ കല്ല് കണ്ടപാട് തന്നെ പിശാചായി മാറിയ ഇവന്റെ ഭാര്യ പെട്ടെന്ന് അവിടെ നിന്ന് മറഞ്ഞു പോവാണ്. പിന്നീട് സുക്കിമാൻ ഉറക്കനെ വിളിച്ചു പറയുന്നുണ്ട്, മസിയ നീ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം, എന്നാലും നീ ആയിട്ട് തന്നെ എന്റെ മുന്നിലേക്ക് വന്നോ, കാരണം നിന്റെ മകൻ മിലൻ ഇപ്പൊ എന്റെ കയ്യിലാണ്, വന്നിട്ടില്ലെങ്കിൽ ഞാൻ അവനെ കൊല്ലുന്നു പറയാണ്. മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ട് മസിയ ഇപ്പോ ഈ സുക്കിമാന്റെ അടുത്തേക്ക് പോവാണ്. ഇതേ നേരം ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും ആ കുട്ടിച്ചാത്തൻ ഉറക്കനെ കരയുന്നുണ്ട് കേട്ടോ. അതായത് അതിന് പാല് കുടിക്കാൻ നേരമായിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ അതിന്റെ വിശപ്പ് മാറ്റാന്ന് പറഞ്ഞിട്ട് മസിയും കൂട്ടിക്കൊണ്ട് സുക്കിമാൻ നേരെ ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇതേ നേരം തന്നെ ഫാക്ടറിയിൽ എങ്ങോട്ടേക്ക് പോകണമെന്ന് അറിയാതെ ടെമ്പോക്ക് അവിടെ പെട്ടുകിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഏതോ ഒരു റൂമിലേക്ക് ഇപ്പൊ വന്ന് കയറിയിട്ടുണ്ട്. അവൻ വന്ന് നോക്കുമ്പോൾ കുറെ അധികം രൂപങ്ങൾ, അതായത് വെള്ള തുണിയിൽ ഇങ്ങനെ മൂടിയിരിക്കുന്ന ഓരോ രൂപങ്ങളാണ്. ഇതിനെ കണ്ട് അവൻ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നാലും ധൈര്യം സംഭരിച്ച് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ആ തുണി മാറ്റി നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാ തുണികളും നിലത്ത് വീണു പോകണം, ഒറ്റൊന്നൊഴികെ. ഇനിയിപ്പോ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അവൻ പതിയെ ആ ഒരു തുണി മാറ്റി നോക്കിയപ്പോൾ ഒന്നുമില്ല, വെറും ഒരു പാവ. ഹൗ ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് ശ്വാസം വിടാൻ നേരത്ത് ദാണ്ടെ അതിന്റെ പിറകിൽ നിന്നും ഒരു രൂപം പതിയെ അവനിങ്ങനെ എത്തി നോക്കുകയാണ്. അതേ നേരം അവിടെ ഉണ്ടായിരുന്ന ഈ മരയെല്ലാം കട്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിന്റെ ബ്ലേഡ് വളരെ വേഗത്തിൽ കറങ്ങാൻ തുടങ്ങുകയാണ്. പിന്നീട് ആ ഒരു ബ്ലേഡ് ആ മെഷീനിൽ നിന്നും പൊട്ടിത്തെറിച്ചു വരികയാണ്. എന്നാൽ അത് വന്ന് കയറിയത് ടെമ്പോക്കിന്റെ ദേഹത്തേക്കായിരുന്നില്ല, പിന്നിൽ നിന്നും അവനെ പിടിക്കാൻ വന്ന സുമാനിയുടെ തലയിലേക്കായിരുന്നു. സ്പോട്ടിൽ സുമാനി തീർന്നു. അതുപോലെ തന്നെ ടെമ്പോക്കിന് രക്ഷപ്പെടാനും കഴിഞ്ഞു. ഇപ്പൊ ഈ ഫാക്ടറിയുടെ മറ്റൊരു ഭാഗത്ത് അവിടെയാണ് നമ്മുടെ മിലൻ ഒളിച്ചിരിക്കുന്നത്, അതും ഒരു ഡ്രമ്മിന്റെ ഉള്ളിൽ. പിന്നീട് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് പതിയെ അവൻ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവന്റെ അമ്മയെ പോലെ തോന്നുന്ന ഒരു രൂപം അവന് വിളിക്കുന്നുണ്ട്, മോനെ ഇങ്ങോട്ടേക്ക് വാ നമുക്ക് ഇവിടുന്ന് പോവാന്ന്. സത്യം പറഞ്ഞാൽ അത് അവന്റെ അമ്മയൊന്നും ആയിരുന്നില്ല, പകരം ഇങ്ങോട്ടേക്ക് വരുന്നവരെ കൊല്ലാൻ വേണ്ടി സുക്കിമാൻ തയ്യാറാക്കി നിർത്തിയ ആ പിശാചുകളിൽ ഒരെണ്ണമായിരുന്നു കേട്ടോ. ഇപ്പൊ അങ്ങോട്ടേക്ക്, അതായത് അമ്മയാണെന്ന് കരുതി അങ്ങോട്ടേക്ക് പോകുന്ന മിലന്റെ തലയിലേക്ക് വീഴാനായിട്ട് കുറച്ചധികം ഡ്രമ്മുകളുടെ മുകളിൽ ഈ പിശാച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ ആ ഒരു കെട്ടുകൾ പൊട്ടി താഴേക്ക് വീഴുമെന്ന അവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി വന്ന ടെമ്പോക്ക് മിലനെ രക്ഷപ്പെടുത്തുകയാണ്. എന്നാൽ ആ ഡ്രമ്മുകൾ തലയിൽ വീണത് കൊണ്ട് തന്നെ ടെമ്പോക്ക് അപ്പം തന്നെ മരിച്ചു പോകുന്നുണ്ട്. പിന്നീട് എങ്ങനെയൊക്കെയോ അങ്ങോട്ടേക്ക് എത്തിയ പുത്രി വന്നിട്ട് നമ്മുടെ മിലനെ രക്ഷപ്പെടുത്തുകയാണ്. ഇവിടെ വെച്ച് എന്താ ചെയ്യേണ്ടെന്ന് യാതൊരു ഐഡിയ നമ്മുടെ പുത്രിക്കില്ല. അതായത് ഒരു ഭാഗത്ത് ഈ സുക്കിമാൻ വിളിച്ചു വരുത്തിയ ആ ഒരു കുട്ടിച്ചാത്തൻ, മറുഭാഗത്ത് സുക്കിമാൻ തന്നെ ഉണ്ടാക്കി വെച്ച കുന്തലീനാക്കുകൾ, രണ്ടിനെയും എന്ത് ചെയ്യുന്ന പുത്രിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഇപ്പൊ പെട്ടെന്ന് അവൾക്കൊരു കാര്യം മനസ്സിലായി. ഇപ്പൊ അനിയനോട് ഒരു കാര്യം പറയുന്നുണ്ട്, എടാ ഞാൻ പറയുന്നത് പോലെ നീ ഒരു കാര്യം ചെയ്യോ. പിന്നീട് കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ മിലൻ പറയാണ്, ശരി ചേച്ചി ഞാൻ അതുപോലെ ചെയ്തോളാന്ന് പറയണം. ഇതേ നേരം തന്നെ സുക്കിമാൻ നമ്മുടെ മസിയുമായിട്ട് ഒരു റൂമിലേക്ക് വന്നിട്ട് ആ റൂമിൽ അവൾ ഇട്ട് പൂട്ടുകയാണ്. ഇത്തിരി നേരം കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു കുട്ടിച്ചാത്തൻ വരുന്നുണ്ട്. എന്തിനാണ്? മസിയുടെ ആ ഒരു എന്താ പറയാ ബ്രീസ്റ്റ് മിൽക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. ഈ കുട്ടിച്ചാത്തൻ ആ ഒരു പാല് കുടിക്കാന്നൊക്കെ പറഞ്ഞാല് ചോര വരെ വലിച്ചൂറ്റി കുടിക്കും, ഭയങ്കര വേദനയായിരിക്കും. സോ അതുകൊണ്ട് മസിയ ഉറക്കനെ കരയുന്നുണ്ട്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് മിലൻ വരുന്നത് ഉമ്മയെ രക്ഷപ്പെടുത്താനായിട്ട്. എന്നാൽ ഈ സുക്കിമാൻ കാണാനും പാടില്ല. അതുകൊണ്ട് തന്നെ നേരെ അങ്ങോട്ടേക്ക് പോയി ഈ സുക്കിമാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു അലമാരയുടെ ഉള്ളിൽ പോയിട്ട് മിലൻ ഒളിക്കുകയാണ്. അയാൾ പോകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കുറച്ചു നേരം മുന്നേ മരിച്ചുപോയ നമ്മുടെ കിക്കി ഉണ്ടല്ലോ, അവളുടെ ആത്മാവ് പതിയെ മിലന്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കോ എന്ന് അവളങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം നമ്മുടെ മിലൻ, തൊട്ടടുത്ത് തന്നെ ഒരു പ്രേതവും അതുപോലെ തന്നെ പുറത്താണെങ്കിൽ സുക്കിമാനും എന്ത് ചെയ്യണം എന്നറിയാതെ ആ പാവം പയ്യൻ അവിടെ കിടന്ന് വിറച്ചുകൊണ്ടിരിക്കുക. പിന്നീട് സുക്കിമാൻ അവിടുന്ന് താഴേക്ക് പോയപ്പോൾ ആ അലമാരയുടെ ഉള്ളിൽ നിന്നും മിലൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. നേരെ പിന്നീട് അമ്മയെ പൂട്ടിയിട്ട് ആ റൂമിൽ പോയിട്ട് മസിയെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ഇതേ നേരം തന്നെ സുക്കിമാൻ നോക്കുമ്പോൾ അയാളുടെ കാശെല്ലാം ഇട്ടുവെച്ച ആ റൂമുണ്ടല്ലോ, അവിടെ നിന്ന് വല്ലാത്തൊരു പുക. ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവനായിട്ടും തീ ഇട്ടിരിക്കുകയാണ്. ആരുമല്ല, നമ്മുടെ പുത്രി തന്നെ. വേഗം തന്നെ ഇയാൾ ആ ഒരു തീ എടുത്താൻ നോക്കുന്ന സമയത്ത് ശ്രദ്ധ മുഴുവൻ അതിലേക്കാണല്ലോ. ഇയാളെ നമ്മുടെ പുത്രി വന്ന് അറ്റാക്ക് ചെയ്ത് ഇയാളുടെ കഴുത്തിൽ ആ ഒരു മാല ഊരിയെടുക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ പുത്രിക്ക് അയാളുടെ മുന്നിൽ അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റുന്നില്ല. പുത്രിയെ വലിച്ചെടുത്ത് എറിയാണ് അയാൾ. എന്നാൽ അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മസിയ വന്നിട്ടുണ്ട്. മസിയുടെ കയ്യിൽ ഒരു കോടാലി ഉണ്ട്. ആ കോടാലി വെച്ച് ഇയാൾ അറ്റാക്ക് ചെയ്യാണ്. എന്നാൽ അപ്പൊ തന്നെ ആ കോടാലി മേടിച്ച് മസിയെ തിരിച്ചു വെട്ടുന്നുണ്ട് ഈ സുഖിമാൻ. ഇത് കണ്ട് ഭ്രാന്ത് പിടിച്ച പുത്രി അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിൾ എടുത്ത് ഇയാളെ തലയിൽ നോക്കി ഒരൊറ്റ അടി കൊടുക്കുകയാണ്. ആ അടിയിൽ ഇയാൾ അവിടെ വീണുപോയി, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ സമയത്ത് അയാളുടെ കഴുത്തിൽ നിന്നും ആ മാല പുത്രി പതിയെ അങ്ങോട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ഈ സാധനം ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ഇട്ട് നശിപ്പിച്ച് കളയാണ്. ഇതിനുശേഷം പുത്രിയും മസിയും
പുത്രിയും അതുപോലെ തന്നെ മിലനും 3 പേരും ആ റൂം വിട്ട് പുറത്തേക്ക് ഇറങ്ങി ആ റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്യാണ്. ഇപ്പൊ ആ റൂമിലുണ്ടായിരുന്ന കാശ് മുഴുവൻ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് തന്നെ സുക്കിമാനുണ്ട്. ഇപ്പൊ സുക്കിമാന്റെ അരികിലേക്ക് ആര് വരുന്നുണ്ട്? അവൻ തന്നെ കുന്തലിക്നാക്കാക്കി മാറ്റിയ അവന്റെ ഭാര്യ റഹീമ വരികയാണ്. മരിക്കുന്നതിന് മുന്നേ അവളൊരു കാര്യം പറഞ്ഞായിരുന്നു, നിന്റെ ഈ ആർത്തിക്ക് വേണ്ടി നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ഒരിക്കലും ഞാൻ നിനക്ക് പുറത്തു തരില്ല എന്ന്. പിന്നീട് വളരെയധികം വേദന അനുഭവിച്ചാണ് അവൾ മരിച്ചുപോയത്. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു ആത്മാവിന് ഈ സുക്കിമാനോട് ഭയങ്കര പ്രതികാരമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ സുക്കിമാനെ പൊന്തിച്ചങ്ങോട്ട് എടുക്കുകയാണ്. അപ്പൊ സുക്കിമാൻ പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ലേ, ഞാൻ നിന്റെ ഭർത്താവാണ്, എന്നൊന്നും ചെയ്യാൻ പാടില്ല, ദയവ് ചെയ്ത് എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് ഇയാളിങ്ങനെ അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്ത്രീക്ക് അവളുടെ ഉള്ളിലുള്ള ആ ഒരു പക അത് വീട്ടിയേ മതിയാവുള്ളൂ. ഇപ്പൊ സുക്കിമാനെ മുകളിലേക്ക് അങ്ങനെ പൊന്തിച്ചെടുക്കുകയാണ്. ഇതേ നേരം തന്നെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകുന്ന നമ്മുടെ മിലൻ ഉണ്ടല്ലോ, അവന്റെ ദേഹത്തേക്ക് ആ ഒരു കുട്ടിച്ചാത്തൻ ചാടി വീഴുകയാണ്. തന്റെ അനിയനെ രക്ഷപ്പെടുത്താനായിട്ട് പുത്രി തന്നെ ആ കുട്ടിച്ചാത്തനെ വലിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ അവളുടെ മേത്തേക്ക് ഈ കുട്ടിച്ചാത്തൻ വലിഞ്ഞു കയറുകയാണ്. പിന്നീട് അതിനെ പ്രതിരോധിക്കാനായിട്ട് പുത്രിക്ക് കഴിയുന്നൊന്നുമില്ല കേട്ടോ. ഇതേ സമയത്ത് തന്നെ സുക്കിമാനെ മേലേക്ക് ഉയർത്തിയ അയാളുടെ ഭാര്യയുടെ ആ ഒരു പ്രേതം അവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ ഗ്ലാസ് കഷ്ണങ്ങൾ അത് ഓരോന്നായിട്ട് ഇയാളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുക. മാത്രമല്ല ഇയാളെ വെറുതെ അങ്ങ് കൊന്നാ പോരാ, വേദനിപ്പിച്ച് കൊല്ലണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പൊ സുക്കിമാനെ കൊന്നിരിക്കുന്നത്. സുക്കിമാൻ മരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആ കുട്ടിച്ചാത്തൻ അതും ഇല്ലാതായി പോവാണ്. കാരണം കുട്ടിച്ചാത്തനെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് സുക്കിമാനാണ്. സുക്കിമാൻ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിച്ചാത്തനും ഇല്ലാതാവും. എന്തായാലും ആ കുട്ടിച്ചാത്തന്റെ കയ്യിൽ നിന്നും പുത്രി രക്ഷപ്പെടുകയാണ്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ഫൈറ്റിൽ അവരുടെ ഉമ്മ മസിയുടെ വയറ്റിൽ ഒരു മുറിവുണ്ടായിരുന്നില്ലേ, അതുകൊണ്ട് തന്നെ ഉമ്മയ്ക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല. മരിക്കുന്നതിന് മുന്നേ മസി ഒരു കാര്യം പറയുന്നുണ്ട്, മോളെ, ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു നമ്മളിപ്പോ നേരിട്ടത്, അതെല്ലാം തീർന്നിരിക്കുകയാണ്. നമ്മുടെ ഗ്രാമം പഴയതുപോലെ തന്നെ ആവും. നിനക്കും നിന്റെ അനിയനും നന്നായിട്ട് ജീവിക്കാൻ കഴിയും. അവനെ നന്നായിട്ട് നോക്കിക്കോണേ മോളെ, നന്നായിട്ട് പഠിക്കണം, നല്ലൊരു ജോലി മേടിക്കണം, അമ്മയെ പോലൊന്നും ആവരുത് കേട്ടോ, നന്നായിട്ട് തന്നെ നിങ്ങൾ ജീവിക്കണം. അങ്ങനെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ മസിയ മരണപ്പെട്ടു പോവാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. പുത്രി ഇപ്പോൾ ഒരു ആശുപത്രിയിലാണ്. അവൾക്കൊരു കുഴപ്പമില്ല. എന്നാൽ അവളുടെ അനിയനെ രക്ഷപ്പെടുത്താൻ നോക്കിയ ടെമ്പോക്ക് ഉണ്ടല്ലോ, അവൻ മരിച്ചിട്ടില്ലായിരുന്നു. പരിക്കുകളോട് കൂടിയിട്ട് അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും റിക്കവറായി വരാൻ കുറച്ച് ദിവസം എടുക്കും. മാത്രമല്ല പുത്രി ഇപ്പോൾ അവളുടെ ഇഷ്ടം അവനോട് തുറന്നു പറയണം കേട്ടോ. അവനെ അല്ലാതെ പിന്നീട് ആരെയാണ് പുത്രി സ്നേഹിക്കുക? ഇത്രയും വലിയൊരു പ്രശ്നം വന്ന സമയത്ത് ഒന്നും നോക്കാതെ ഇവരുടെ കൂടെ വന്നവനല്ലേ, അവന്റെ കൂടെ തന്നെ ഇപ്പൊ പുത്രി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അപ്പൊ ഈ ഒരു സിനിമ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.